गाइस सबका स्वागत है आपकी फेवरेट रिएक्शन चैनल में और आज हम लेके आए रेखा चित्र मूवी के सीन 2 का रिएक्शन। सो फर्स्ट सीन में देखा कि उनको एक क्लू मिल गया है कि वो बॉडी ऑफ कोर्स यहीं पे है, तो अब उनको एक बहुत बड़ा केस मिल रहा है जहाँ पे उनको ये सब पूरा मिस्ट्री फाइंड करनी है सच में। और ये सारी चीज़ें ना ऐसे लग रहा है एकदम से स्टार्ट हो गई। यूजुअली मलयालम मूवीज़ जो ऐसी होती है, सस्पेंस वाली मूवीज़ होती है, उसमें बहुत ही प्रिटी सब दिखाया जाता है। यहाँ पर भी पहले एक सॉन्ग आया था, पर ऐसे लग रहा है एकदम से सारी चीज़ें स्टार्ट हो गई। तो देखते हैं क्या होगा। तो आप भी देखो, हम देखते हैं। लेट्स स्टार्ट। ओ वाह, ये खुद लग गए हैं। तो मिला और मिला। ओह स्कल। फाइनली देखते पता नहीं क्या हो रहा है। ओह माय गॉड। ये रही पायल। मतलब वो जो बोल रहे थे वो सब सही निकल रहा है। ओ ये कैसी बॉडी मिली है, रिब केज कैसे है। 1984 में दफनाई थी। स्टिल वो थोड़ा ना होते हैं ऐसे। എന്തൊക്കെയാ സാറേ ഫൈൻഡിങ്സ്? ഫീമെയിൽ തന്നെയാണ്. ഏജും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കുറച്ചുകൂടി സമയം എടുക്കും. ദാ കൊലുസ്. ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ് എനിക്ക് തന്നെ. താങ്ക് യു. നിന്റെ ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട് എസ് പി നിന്നെയും ടീമിലെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്തായാലും നാളെ ഓഫീസിലേക്കോ? ശരി സർ. वाह എല്ലാത്തിനും ചാടി ചാടി നിൽക്കുന്നവനാ. ഞാൻ കൊരട്ടെ സി ആയിരുന്നപ്പോഴാണ് അവൻ ട്രെയിനിങ് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നത്. മിടുക്കനാ, വളരെ ഗൗരവമുള്ളതും അതേസമയം ഡെലിക്കേറ്റ് ആയതുമായ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മൾ. നമ്മുടെ കയ്യിൽ ആരുടേതാണെന്ന് അറിയാത്ത ഒരു സ്കെൽട്ടൺ മാത്രമാണുള്ളത്. സ്കെൽട്ടന്റെ കൂടുതൽ വിവരങ്ങൾ കിട്ടാനായിട്ട് 3-4 ദിവസം എടുക്കും. ആ സമയം കൊണ്ട് വിവേക് അത്തോളി പോകണം, രാജേന്ദ്രന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം, വീട് വിസിറ്റ് ചെയ്യണം. സർ, രാജേന്ദ്രന്റെയും വിൻസെന്റിന്റെയും CDR സൈബർ സെൽ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. സർ, ഫ്രാൻസിസ് തടത്തിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മിസ്സിംഗ് ലിങ്ക് ആണ്. പ്രായം കൊണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരുപാട് ഫ്രാൻസിസ് തടത്തിൽമാരിപ്പോ 6-7 ജില്ലകളായിട്ട് നമ്മുടെ ലിസ്റ്റിലുണ്ട്. യു ഷുഡ് വിസിറ്റ് ഈച്ച് ആൻഡ് എവരി വൺ. സോ സ്കെൽട്ടൺ കിട്ടിയത് മലക്കപ്പാറ സ്റ്റേഷൻ പരിധിയിൽ നിന്നായതുകൊണ്ട് അവിടെയായിരിക്കും നമ്മുടെ ടീമിന്റെ ബേസ്. കഴിഞ്ഞ കുറെ കാലമായി സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളയാളായിരുന്നു ഈ രാജേന്ദ്രൻ. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു വട്ടം കഴിഞ്ഞെങ്കിലും അയാൾക്ക് തീരെ ശ്രദ്ധയില്ലായിരുന്നു സാർ. ഈ രാജേന്ദ്രന്റെ പേഴ്സണൽ ലൈഫ് എങ്ങനെയായിരുന്നു? എസ്പെഷ്യലി ഫാമിലി? ഭാര്യയായിട്ട് സെപ്പറേറ്റഡ് ആയിരുന്നു. സെപ്പറേറ്റഡ്. ഒരു മകനുണ്ട്. ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ പോലും ഇയാളുടെ കൂടെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങേരുടെ കാശ് കണ്ട് എൻ്റെ അച്ഛൻ അങ്ങോട്ട് ചെന്ന് ആലോചിച്ച് നടത്തിയ കല്യാണമാണ് ഞങ്ങളുടേത്. 1985 രാജേന്ദ്രൻ എവിടെയായിരുന്നു എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് പിന്നെ പഴയ കാര്യങ്ങളൊന്നും ആൾ എന്നോടൊന്നും പറയാറില്ലായിരുന്നു. ചേട്ടാ, ഈ ഫ്രാൻസിസ് ഊപ്പിൽ മരമെടുക്കാനായിട്ട് ആതിരപ്പള്ളിയിലെ മലക്കപ്പാറിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. എന്നല്ലാതെ സാർ ഈ പറയുന്ന കേസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാനാ സാറേ കുഴിച്ചിട്ടങ്ങനെ. അവിടെ മാത്രമല്ല, വേറെ പല സ്ഥലത്തും കുഴിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഈ തടത്തിൽ ഫ്രാൻസിസ് ആയത് എൻ്റെ തെറ്റാണോ സാറേ? അതെ, എന്നെ ഇവിടുന്ന് പുറത്തിറക്കിയാലുണ്ടല്ലോ, ഞാൻ എല്ലാം കാണിച്ചു തരാം. यहाँ से निकालो बस मुझे. अच्छा क्लू नहीं मिल रहा कोई। ये इन्वेस्टिगेशन पार्ट सबसे ज्यादा वो होता है, मेहनत वाला. हाँ 2-3 തവണ പോലീസ് വന്നിരുന്നു, പിന്നെ ഫോൺ വിളിച്ച് ഇപ്പൊ അയൽക്കാർ വരെ ഞാനാണ് പ്രതി എന്ന് പറഞ്ഞ് നടക്കുന്നത്.
सबके अपने अपने इश्यूज हैं. बापू ഇപ്പൊ പ്രധാനമായിട്ടും മാൻ മിസ്സിംഗ് കേസസ് ആണ് സാർ നോക്കുന്നത്. അടുത്തുള്ള സ്റ്റേഷനിലുള്ള ക്രൈം മെമ്മോ രജിസ്റ്ററുകളും കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഓക്കെ സാർ. എടോ ഇതേ താനെന്ന് ചോദിച്ച 80s ന്യൂസ് കട്ടിങ് സാർ. കിട്ടാവുന്നതിന്റെ മാക്സിമം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ये सब क्या है? जो भी उस टाइम पे मिसिंग गर्ल्स की न्यूज़ कटिंग ये लोग बार में देते ना, ये मेरी मिसिंग हो गई थी, आप ढूंढो तो कोई मिले तो बताना. പാദസരമല്ല സാറേ, അവളുടെ എല്ലാം മോനെ. ഈ പാദസരം നിങ്ങൾക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ അത് ലില്ലിക്കുട്ടി അല്ല സാറേ. ഞങ്ങളൊക്കെ പെന്തക്കോസ്തുകാരാ. ഒരു കുപ്പിവള പോലും ഞങ്ങൾ ധരിക്കാറില്ല. ले कहाँ है वो लड़की? ये घर वाले. ഫ്രാൻസിസ് തടത്തിന്റെ വീടല്ലേ? അതെ. ഇവിടെ ഉണ്ടോ? ചാച്ചൻ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയതാ? ചാച്ചൻ്റെ ട്രീറ്റ്മെന്റിലാണ് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലുള്ളത്. സാറേ, ഈ പെൺകുട്ടിയെ കാണാതായെന്ന് പറയുന്ന കേസ് പെൺകുട്ടി തട്ടിപ്പ് നടത്തി മുങ്ങിയ കേസും പെടും. ഓക്കെ സാർ. ये मुझे लग रहा है इम्पोर्टेंट बात थी शायद. शायद इसको भी देखना चाहिए था इनको. മോളെ കാണാനില്ല എന്ന് പറഞ്ഞ് അപ്പച്ചമ്മയുടെ ഒരു പരാതി കൊടുത്തിട്ടില്ലായിരുന്നോ? हाँ याद है. തന്നെ बेचारों को ये याद नहीं कि उनकी बेटी घूमी है. ഇത് മിനിയുടെ ആണോ? इन्हीं की बेटी है. ഒരു പെൺകുട്ടിയുടെ അച്ഛൻ പാദസരം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയാളുടെ സാമ്പിൾ എടുത്ത് DNA മാച്ച് ചെയ്യാനും കൊടുത്തു. സർ, രാജേന്ദ്രന്റെ കാര്യം. ഈ രാജേന്ദ്രന്റെ വളർച്ച പെട്ടെന്നുള്ള ഒന്നായിരുന്നു. പെൺകുട്ടിയെ കുഴിച്ചിട്ടെന്ന് അയാൾ പറയുന്ന കാലത്ത് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് പല പണികളും ചെയ്തുകൊണ്ടിരുന്നൊരു സമയമായിരുന്നു. പിന്നെ സർ, ഈ ഫ്രാൻസിസ്മാർ മിക്കവരെയും ഞാൻ പോയി കണ്ടു. അതിൽ 1-2 പേര് ഈ പറയുന്ന കാലത്ത് അങ്കമാലി പ്രദേശത്ത് താമസിച്ചതായി ലോക്കൽ പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട്. വിവേക് അടുത്ത ദിവസം വിൻസെന്റിനെ കുറിച്ച് അന്വേഷിക്കണം. സർ, അയാളുടെ ഒരു ബന്ധുവിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ പോയി കണ്ടെന്ന് സംസാരിക്കും. मेन वो लड़की का पूरा पता लग जाए ना तो उससे बहुत चीज भी पता लग जाएंगी. 84-85 കിലോമീറ്ററാണ് ഞാൻ ബോംബെക്ക് പോയത്. പക്ഷേ അതിനു മുന്നേ 10-12 വർഷം മുമ്പ് ഈ നാട്ടിൽ നിന്ന് പോയി. അവൻ്റെ അപ്പൻ, അതായത് എൻ്റെ ചിറ്റപ്പൻ, അവനെ അമ്മയും കളഞ്ഞിട്ട് ബാധ കൂടിയൊരു ആള് ദൈവമാണെന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോയി. പാലം പണിയാമെന്ന ആളുകൾക്ക് കഞ്ഞി വെച്ച് കൊടുത്താണ് അമ്മയും മോനും അതിൽ പിന്നെ ജീവിച്ചു പോകുന്നത്. അന്നും അവൻ നല്ലോണം കച്ചവടം ചെയ്യും. ആൾത്താര ബാലനായിട്ട് നിന്നപ്പോ പള്ളിയിൽ വന്ന ബിഷപ്പിന്റെ കൊട അവൻ കട്ടെടുത്ത് അത് കൈയോടെ പിടിച്ച്. കൊട കട്ടെടുത്ത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഇവൻ ബിഷപ്പിനോട് പറഞ്ഞു സ്കൂളിൽ പോകാൻ കൊടയില്ലെന്ന്. നന്നായിട്ട് പഠിക്കുമായിരുന്നു. ബിഷപ്പ് പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചറിഞ്ഞപ്പോ ഇവന് നല്ലൊരു സ്ഥാപനത്തിലേക്ക് വിട്ടു. അവിടെ നിന്ന് പഠിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കറങ്ങി തിരിഞ്ഞവൻ ബോംബെ ചെന്നത്. അവിടെ വെച്ച് ആലീസിനെ പരിചയപ്പെട്ട് അവളെ കല്യാണവും കഴിച്ച് കച്ചവടവും തുടങ്ങി. പിന്നത്തെ വിൻസെന്റിന് മലയാളികൾ അറിയാതിരിക്കില്ലല്ലോ. ഈ വിൻസെന്റ് ആതിരപ്പള്ളി മലക്കപ്പാറ ഏരിയയിൽ താമസിച്ചിട്ട് ചേച്ചിക്ക് അറിയോ? ചാലക്കുടിയിലും അകമാലിലും ഒക്കെ പല സ്ഥാപനങ്ങളിൽ നിന്നാണ് അവൻ പഠിച്ചതും വളർന്നതും ഒക്കെ. പിന്നെ സാറി പറയുന്ന സമയത്ത് അവൻ എന്തോ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്. അതേ പിടിച്ചാണ് അവൻ കയറിയത്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. मतलब ऐसी कोई चीज मिली जिससे उनको मदद मिल गई लाइफ में. लोग स्ट्रगल कर रहे होते ऊपर ना, आने में ना, हाँ, हाँ। और उससे वो बहुत ऊपर आ गए. वो
कुछ ऐसी चीज थी जो सबको फायदा दे गई है, और वो लड़की चीज़ के राउंड क्या बहुत है, और ये तो बहुत बड़ा आदमी है उसमें, इसका रेंज रोवर ये सब आई वहाँ के उधर से ही है। ഈ പെൺകുട്ടിയെ കുറിച്ചിട്ടൊന്ന് രാജേന്ദ്രൻ വീഡിയോയിൽ പറയുന്ന കാലഘട്ടത്തിൽ ഒരു ബിഷപ്പിനോടൊപ്പം നിങ്ങൾ മലക്കപ്പാറ ഏരിയയിൽ താമസിച്ചിരുന്നതായി വിവരം കിട്ടിയിട്ടുണ്ട്. അന്ന് നിങ്ങൾ താമസിച്ച വീട്ടിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് ഈ സ്കെൽറ്റൺ കിട്ടിയിരിക്കുന്നത്. അതിനെപ്പറ്റി എന്ത് പറയുന്നു? പിതാവാണ് എന്നെ പഠിപ്പിക്കാൻ മുൻകൈയെടുത്തത്. പ്രായമായപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായിയായി ഞാൻ കൂടെ പോവുകയായിരുന്നു. അദ്ദേഹം മലക്കപ്പാറയിൽ നിന്ന് വിശ്രമ ജീവിതം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. പോകുന്നവരെയല്ല, അദ്ദേഹം മരിക്കുന്നവരെ. ഈ രാജേന്ദ്രൻ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് നിങ്ങളുടെ കമ്പനിയുടെ ഫ്രണ്ട് ഓഫീസിലേക്ക് വിളിക്കുകയും ഏകദേശം 15 സെക്കൻഡോളം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനായിരിക്കും അയാൾ വിളിച്ചത്? ലുക്ക്, സാറിന് വരുന്ന ഫ്രണ്ട് ഓഫീസ് കോൾസ് എല്ലാം അവരുടെ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടേ അത് എൻ്റെ അടുത്ത് വരും. പേർപ്പസ് ക്ലിയർ ആയി പറഞ്ഞാലേ എൻ്റെ ലെവലിലേക്കെങ്കിലും ആ ഫോൺ കോൾസ് എത്തും. ആൻഡ് എനിവേ there will be records. Why don't you check it? സാർ, ഈ പ്രായപൂർത്തി ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ കുടുംബക്കാരും വക്കീലൊക്കെ ഒപ്പമിരിക്കണമെന്ന് ഏതെങ്കിലും നിയമത്തിലുണ്ടോ? CRPC 41D വക്കീലല്ലേ, അറിയായിരിക്കുമല്ലോ. പ്രതിയോട് ചോദിക്കുന്നത് കേൾക്കാവുന്ന ദൂരത്തിൽ പോലും അല്ല, കാണാവുന്ന ദൂരത്തിൽ. I am cooperating here. ആരുടേതാണെന്ന് യാതൊരു സ്ഥിരീകരണവും ഇല്ലാത്ത ഒരു അസ്ഥികൂടത്തെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണിത്. എന്നിട്ട് നിങ്ങൾ വിളിച്ചപ്പോൾ ഞാനിവിടെ വന്നു. ഇവർക്കെന്നല്ല, കുഴിച്ചിട്ട രാജേന്ദ്രന് പോലും അറിയില്ല ആരെയാ കുടിച്ചിട്ടെന്ന്. കുടിച്ച് ലക്കില്ലാത്ത ഒരാൾ തോന്നിയത് പറഞ്ഞതിന്റെ പേരിലാണ് സാർ ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും അയാൾ പറഞ്ഞതിൽ പകുതി സത്യമാണെന്ന് ആ സ്കെൽറ്റൺ കിട്ടിയപ്പോൾ മനസ്സിലായില്ലേ? ബാക്കി പകുതി കൂടെ സത്യമാണെന്ന് നമുക്ക് ബാക്കി സच तो पता लग ही जाएगा. ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരനിലയിൽ പോലീസ് വിളിച്ചപ്പോൾ ഞാൻ എത്തി. അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം തൃപ്തികരമായ മറുപടി നൽകിയിട്ടുണ്ട്. സാरे रिस्पांसिबल ही होते जब तक वो जेल में नहीं जाते. അന്വേഷണത്തിനോട് എല്ലാ രീതിയിലും സഹകരിക്കുന്നുണ്ട് ഞങ്ങൾ. ഓക്കെ, ചില പോലീസ് ഓഫീസേഴ്സ് ആർ thoroughly prejudiced. മുച്ചിട്ട് കളിക്കുന്നവരാണല്ലോ ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. रम्मी प्लेयर. यार एक तो ये इंप्रेशन गलत हो गया उनकी कि जुए से कमाया. एक बार उसने कर दिया. ये कुछ करेगा. इसका अंदर पावर कितनी होगी? काले दिल वाले लोग सफेद पहन के घूमते हैं, मैंने देखा मोस्ट ऑफ द टाइम. और यहाँ पे कितनी पावर होगी इसके हाथ में? ഇതെന്തിനാ സാർ ഇങ്ങനെ? ഇതെന്റെ ഒരു രീതിയാ. കുറച്ചു കാലം 2 കാലം നടന്നതല്ലേ. ഇതെന്തെങ്കിലും മണ്ണിലടിയിൽ നിന്ന് പുറത്തു വരായിരുന്നോ സാറേ? കൺക്ലൂസീവായ റിസൾട്ട് കിട്ടുമായിരിക്കല്ലേ? റിസൾട്ട് എന്തായാലും കിട്ടും. DNA സാമ്പിൾ എടുത്തിരിക്കുന്നത് ബ്രസ്പോണിൽ നിന്നും TT-ന്നും. 1 second, can you hold it properly? ഹലോ, യാ, ഓക്കെ, റിസൾട്ട് വന്നിട്ടുണ്ട്. സാമ്പിൾ മനസ്സിലായില്ല. अंकल ऐसे ही रोए. ഷിൻഡോ, അവരുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. ഓക്കെ സാർ. ഹലോ, മലക്കപ്പാറ സ്റ്റേഷനാണേ. ആണോ? क्या हो गया?
ये बहुत बड़ा कोइंसिडेंस नहीं है? अभी तो मिले थे इनसे। अभी वो रोए, अभी मर भी गए। ये कैसे? എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് ചേച്ചിയെ കാണാതാകുന്നത്. അതിനുശേഷം കഴിഞ്ഞ 40 കൊല്ലം അപ്പനൊന്ന് ചിരിച്ച് ഞങ്ങൾ കണ്ടു. ओए ये वही है। तो फिर मैच कैसे नहीं हुआ डीएनए? അപ്പനത് ചേച്ചിയാണെന്ന് ഉറപ്പായിരുന്നു. ചേച്ചിയുടെ അസ്ഥിയെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസം അപ്പനുണ്ടായിരുന്നു. സാറിനറിയൂ, മരണം എന്ന് പറഞ്ഞാൽ അതൊരു ഉറപ്പാണ്. അതിനെ കഴിഞ്ഞ് വലിയ വേദനയാണ്, കാത്തിരിപ്പിന്. സാറിനറിയൂ, മരണം എന്ന് പറഞ്ഞാൽ അതൊരു ഉറപ്പാണ്. അതിനെ കഴിഞ്ഞ് വലിയ വേദനയാണ്, കാത്തിരിപ്പിന്. यहाँ पे जो है पूरी स्टोरी बहुत बहुत एकदम टेंस होती जा रही है, बिकॉज अब वो बंदा भी आ गया ना, उसके पास इतनी पावर है, मुझे तो लग रहा है उसने कहीं ना कहीं सैंपल बदलवाए हैं, कुछ किया है. बिकॉज नहीं तो ऐसा वो अंकल ऐसे देख के जैसे रोए थे ना, या तो अगर वो लालची होते हैं कुछ होते वो ले लेते हैं, बोलते कि नहीं एंकलेट है, हाँ मेरा ही है मेरा ही, बट वो एक्चुअली उनका वो इमोशन बाहर आया था एंड उसके थोड़े दिन में ही उनकी मौत हो जाना, वो तो बहुत सस्पिशियस है. बहुत ही कोइंसिडेंस लग रहा है. मतलब ऑफ कोर्स वो काफ़ी बूढ़े थे, पर उनका जो रिएक्शन था ना वो बहुत ही नेचुरल लग रहा था. बिकॉज द मोमेंट उन्होंने देखा, उन्होंने याद करी चीज़ें और फिर उन्होंने उस चीज़ को रिकग्नाइज किया और कैसे रो रहे थे इतने दुख में, एंड अभी उनकी मौत हो जाती है. मतलब मुझे लगा था उनसे और इनसाइट्स हमको मिल सकती थी, पर अब तो वो रहे ही नहीं. और एक्चुअली हमारा रिएक्शन जाना तो हम रिएक्शन ज़्यादा अच्छे से समझ सकते हैं कि नहीं. बट यही था कि वहाँ पे जिस तरीके से अभी ये पूरा केस चल रहा है ना, और इनके ऊपर क्या है, इनके ऊपर लांछन लगा हुआ है कि भाई ये एक रम्मी प्लेयर है. हाँ. ये रम्मी पे जीत के आए हैं और वहाँ से इन्होंने एक पैसे, चीज़ पे जज करता ना बहुत गलत बात बहुत है. ही ज़्यादा गलत. इनका पूरा करियर, हर चीज़, जैसे वो कह रहे थे कि बहुत ब्रिलियंट रह चुके हैं, सब चीज़ है, वो चीज़ सब वेस्ट है. वो जो 15 लाख उनको वैसे मिल गए हैं. अब देखेंगे क्या होता है. तो आप लोग ऐसा लगा पे कमेंट सेक्शन में जरूर बताइएगा. जैसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए और सब्सक्राइब करिए. बाय.